നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്ക് കയറാം. ഇതും കൂടി ഇനിയുള്ളൂ, വേറെ വീടൊന്നുമില്ല. എനിക്ക് ആ മാവിൻ തോപ്പിലെ വഴി എന്തായിരുന്നു, അപ്പുറത്തെ ചാർജ് വരില്ല, എനിക്ക് കൊടുക്കണ്ട. ഇത് എന്നെ പോലെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഏരിയ അതാ ഞാൻ പറഞ്ഞ മഴയുള്ള കാലത്തോളം പാടില്ല. അപ്പൊ ഇത് നമ്മുടെ മുകളിലേക്ക് ഒരു സംഭവം ഉണ്ട്, നേരെ തിരിച്ചേക്ക് എന്നാ കയ്യിൽ നോക്കോ. ഇത് 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 പറയാൻ കൊടുത്താതെ കണ്ടത് നമ്മള് അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞ സംഭവം തന്നെ ഹോം ടൂർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഒന്ന് പറയാൻ വിടുവാ അവനൊന്നും കൽപ്പിക്കും. അപ്പൊ ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോ. വലിയ സംഭവമൊന്നുമില്ല, ചെറിയ ഇതാണ്. നമ്മളെ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വെച്ചുകൊണ്ടിന്റെ ട്രൗസറിന്റെ നിറം ചുവപ്പായിരുന്നു. വീഡിയോ ഓണാക്കാൻ നോക്കുമ്പോ മഞ്ഞയായിരുന്നു. വീഡിയോ ഓണാക്കുമ്പോ നീലയാണ്. ഓരോ ട്രൗസർ ഇടുമ്പോ ഓരോ മൂത്രയിക്കണം. ഇത് എപ്പാന്ന് പറയാൻ പറ്റൂല. മോനെ മഴയാ മോനെ, നീ ഇങ്ങനെ മത്സരിച്ച് മൂത്രയിക്കല്ലേ എന്ന്. ഉണങ്ങുന്നില്ല ട്രൗസർ, പക്ഷെ സാരമില്ല. ഇപ്പൊ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കളർ വീണ്ടും മാറും എന്ന് എനിക്ക് നല്ല 4-5 ട്രൗസറിന്റെ കളറായിരിക്കും ഈ വീഡിയോ അല്ലേ. ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഹോം ടൂർ ആണ്. ഹോം ടൂർ ചെയ്യാൻ കാരണം വെച്ചാല് വേറെ കണ്ടന്റ് ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ ഇന്നെന്തായാലും വീട് ജസ്റ്റ് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളും കുറച്ച് പേര് ഇങ്ങനെ പണിയെടുക്കുന്ന വീഡിയോയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മൊത്തത്തിലൊന്ന് ഹോം ടൂർ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒന്നുമില്ല, എന്നാലും നമ്മളെ റീലായിട്ട് തന്നെ നമ്മൾ ആദ്യം ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ചെറിയൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ റീലിൽ കാണിക്കുകയും ചെയ്തു. വേറെ സംഭവമൊന്നുമില്ല. പിന്നെ നമുക്കൊരു വീഡിയോ ഏതായാലും മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ നമ്മളിത് കാട്ടിൻ്റെ ഉള്ളിലാണോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മളെ വീടിൻ്റെ എൻ്റെ തൊട്ട് നോക്കിൽ നാടൊരു വീട്, പിന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ ഇത് ഇങ്ങനെ വന്നിട്ട് അവിടെ ഒരു വീടുണ്ട്, ഇതിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഫുൾ വീട് തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. പക്ഷേ നമ്മളെ ഒരു കൊച്ചു ഗ്രാമമായതുകൊണ്ട് തന്നെ റബ്ബർ, അതിൻ്റെ സൈഡിലൊരു വീട്, പിന്നെ റബ്ബർ അങ്ങനെ. പക്ഷെ ആകാശ കാഴ്ചയിൽ നോക്കുമ്പോ ഫലിതം 12 മണി ഫലിതം. അപ്പൊ ആ ഒന്ന് നിങ്ങൾക്കൊന്ന് ടോട്ടൽ വ്യൂ ഒന്ന് കാണിച്ചിട്ട് തരാം. അതൊന്ന് കണ്ടിട്ട് ഒരു മോളിൽ നിന്നുള്ളതും ടോട്ടലായിട്ടുള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഏതായാലും നമ്മളെ വീട്ടു പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നെയിംബോർഡ് കണ്ടിട്ട് പരിചയമുണ്ട് നിങ്ങൾക്ക്? എന്റെ വീട്ടില് ഒരു മോഡലിൽ ഒരു പേരിലും വെച്ചൊരുത്തനുണ്ടല്ലോ എന്ന കളിയൊക്കെ. അതിനകത്ത് പേര് സായുജ് എന്നാണ്. എന്റെ പേര് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെന്റെ അമ്മയുടെയും അച്ഛന്റെയും പേര്. അത് പറയുമ്പോ ആനന്ദ കണ്ണീർ. അതിനെ ചവിട്ടി പോലെ. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആള്, എല്ലാരെയും ഭരിക്കുന്ന ആള്. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കെല്ലാം ഓക്കെ, നമ്മളെ കാര്യം മാത്രം നോക്കി നടക്കാം. പക്ഷെ ഇവനങ്ങനെയല്ല, ഇവനെ ചുറ്റിനും ആള് വേണം. അതാണ് ഈ വീട്ടിലെ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ രാജാവ് എന്ന് തന്നെ പറയാം. ഏത് സമയവും പരിവാരങ്ങൾ വേണം. അത് പറയുമ്പോ ആ ചിരിയണ്ട ഒരു സംഭവം മനസ്സിലായി, ഓനെ ഇഷ്ടപ്പെട്ടു. ശരി രാജാവേ, നീ പെരങ്ങി കിടക്കണതിന്. അപ്പൊ ഇതാ ഇത് ഈ സംഭവം ഒന്നുമില്ല, ചെറിയ സാധനങ്ങൾ. പക്ഷെ മിണ്ടാടുക്ക രാജാവേ. പിന്നെ ചിരി നിർത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മളിപ്പം വീടിപ്പോൾ രണ്ടാമത് എടുത്തതിന് ശേഷം ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സീലിംഗ് ഫുള്ള് ചെയ്തില്ല. ഈ സെൻറ്ററിൽ ഈ ഒരു കട്ടിങ് കണ്ട, ഈ ഒരു സംഭവം മാത്രം നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ അതിൽ മുന്നേ ചെയ്തതാണ്, ഈ റോപ്പിലുള്ള സംഭവം. ഇതെല്ലാം പിന്നെ ആദ്യമേ ഉള്ളതാണ്. പിന്നെ ഈ ഒരു സീലിങ്ങിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു സംഭവം, ഇത് ഫുൾ സീലിംഗ് അല്ല. ആ ഫാനൊന്നും തുടയ്ക്കാനോ അല്ലേ, സോറി, ഫാൻ നമ്മൾ തുടച്ചിട്ടില്ല. അപ്പോൾ
പെട്ടെന്നുള്ള തിരക്ക് പിടിച്ചിട്ടുള്ള എടുക്കൽ കാരണം അത് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 3 ദിവസം കൂടുമ്പോൾ തുടങ്ങും ചേട്ടാ. 3 ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫാൻ ഉണ്ടായിരുന്നു. ഒരാഴ്ച എല്ലാ ഞായറാഴ്ചയും തുടങ്ങും ചേട്ടാ. മതി ഇനിയിപ്പോ. അപ്പൊ റെഡിയായ അപ്പൊ ഇത് അച്ഛൻ്റെ അമ്മേൻ്റെ ബെഡ്റൂം ആണ്. ഇവിടെ നമ്മൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മള് സീലിംഗ് ചെയ്തിട്ട് അപ്പൊ നേരെ നമ്മളെ ബെഡ്റൂമിലേക്ക് വാ. ഓ ഇവരെ ബെഡ്റൂം ഭയങ്കര വലിയ ബെഡ്റൂമാണ്. നിങ്ങള് പ്രതീക്ഷയുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടിക്കാം ഒന്നുമില്ല. ഇവിടെയും നിങ്ങൾ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ അല്ലേ നമ്മളെ റൂമിന്റെ എല്ലാം. ഇതിന്റെ അകത്ത് ആകെ ഇപ്പൊ കൂടുതൽ ചെയ്ത ഒരു സീലിംഗ് മാത്രമാണ്, വേറെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവം നമ്മളിപ്പം വാങ്ങിയിട്ടുണ്ട്. പറയുന്നതിന് കൂടുതൽ പറയുന്നതേ ഉള്ളൂ. നമ്മൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇത് കുറച്ച് ഉപകാരപ്പെടും കേട്ടോ. കാരണം രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റിലാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മ മാത്രമേ ഉള്ളൂവെങ്കിൽ കുട്ടീനെ ഉറക്കം കഴിയുന്നവരെ വേണമെങ്കിൽ സൈഡിൽ കടത്തി കഴിഞ്ഞാലും പെട്ടെന്ന് തിരിഞ്ഞു പറഞ്ഞ് വീഴാണ്ടിരിക്കാൻ അൻവിയെല്ലാം വീണ് ഹർഭജ സിംഗിനെ പോലെ ആയിപ്പോയി അവന്റെ തലയെല്ലാം മുഴച്ചിട്ട്. ഞാൻ അന്ന് വേണ്ട ഓൻ പറഞ്ഞു തരുമ്പോൾ കുറെ സമയം എടുക്കും. നീ അന്ന് മറ്റേതല്ലേ ഓൻ അന്ന് വീടിനെന്ന് പറഞ്ഞു വരുന്നതാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ സമയം കുറെ എടുക്കുന്നോണ്ട് അതന്നെ അയ്യേ പാവൻ ചമ്മിപ്പോയി. അപ്പൊ ഇത്രയും നേരം റൂം കാര്യങ്ങളെല്ലാം കണ്ട് ഇനിയാന്ന് നിങ്ങൾക്ക് കാണാനല്ലേ നീ ഉണ്ടാ എന്നപ്പാ. ഇനി നമ്മളെന്താ കാണാൻ പോന്ന് മുകളിലത്തെ അല്ല അടുക്കള കാണണ്ട. അടുക്കള കാണാൻ ചടങ്ങില്ലേ. അടുത്തതായ അടുക്കളയെ കുറിച്ചിട്ട് ഓന് കുറെ എന്തെല്ലോ പറയാനുണ്ട് എന്നാ പറഞ്ഞത്. അടുക്കള ബെഡ്റൂമിനകത്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഒന്നുമില്ല അടുക്കളയില് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കൂടുതലായിട്ട്. അടുക്കള കാരണം ഇപ്പോഴത്തെ ഓപ്പൺ കിച്ചണും അങ്ങനത്തെ സംഭവം എല്ലാം ഇപ്പൊ എല്ലാവരും അറിയാം. നമുക്കത് ഓൾറെഡി നമ്മൾ മുന്നേ ചെയ്യാത്തതുകൊണ്ട് ഇതെല്ലാം പിന്നെ കട്ട് ചെയ്തിട്ടെല്ലാം മാറ്റണം. അതുകൊണ്ട് അതിന് നിന്നിട്ടില്ല. നമ്മൾ ആകെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഈ ഒരു കബോർഡ് കയറ്റി കൊടുത്ത്, പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു ചുണ്ണി വെച്ചു കൊടുത്ത്, അതുപോലെ ഇവിടെ നമ്മളൊരു കബോർഡ് വെച്ചു കൊടുത്ത്. ഇതെല്ലാം ഇത് ഞാൻ കാരണം ഇവിടെ ഒന്ന് ഞാനും ഒന്ന് സാഹിച്ചും മാത്രമേ ഇവിടെ കയ്യെത്തുന്നുള്ളൂ. ഇവിടെല്ലാം എത്തൂ ഈ പരിപാടി ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ നമ്മൾ പണ്ടേ കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനൊരു ഡോർ വെച്ച് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇവിടെ ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ഇതിന്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വൈറ്റ് ആക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഒഴിവാക്കി. കാരണം ഇതിന്റെ മുകളിൽ എന്ത് ചെയ്തതിനെ കൊണ്ടും വലിയൊരു മാറ്റമൊന്നും വരാനില്ല. അതുകൊണ്ട് കിച്ചണിൽ ഈ ഒരു സംഭവം മാത്രമേ പിന്നെ അത് എന്നാണ് അത് സംഭവം നമ്മൾ വാങ്ങിയത് ഒന്ന് മുകളിലേക്കത്തെ അവിടത്തേക്ക് വേണ്ടിട്ട് വാങ്ങിയത്. പക്ഷെ അത് അവിടെ ഒരു രസമില്ലാത്തല്ല, അവിടെ ഓൾറെഡി ഫുൾ ആയിപ്പോയി. അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് ഇവിടെ വെച്ചിരുന്നേ ഉള്ളൂ. വേറെ സംഭവം പറ്റിയ സ്ഥലം അടുക്കളയിൽ അത് അധികം വന്നോണ്ട് തൂക്കിയതാണ്. വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട്. അധികം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പുറം വാങ്ങി എക്സ്ട്രാ ആയിപ്പോയി. ആ സംഭവം നമ്മൾ ഇവിടെ തൂക്കിയുന്നുള്ളൂ കേട്ടാ. ഇവിടെ തൂക്കണം എന്നുള്ള പ്ലെയർ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ട്യൂബെല്ലാം ഇവിടെ വെച്ചോണ്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടാ. ഈ ഒരു വലിയ ട്യൂബ് മറ്റേ ലൈറ്റ് മാറ്റി ട്യൂബാക്കി. അപ്പൊ ഇവിടെ അത്രയേ ഉള്ളൂ. പിന്നെ വർക്ക് ഏരിയ എല്ലാം പണ്ടത്തെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. വർക്ക് ഏരിയ കാണിക്കാൻ പറ്റിയ കോലമല്ല. വർക്ക് ഏരിയ എപ്പം വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റിയ രൂപമല്ല. അതുകൊണ്ടൊന്നും ഇവിടെ കബോർഡ് അടിച്ചതേ ഉള്ളൂ. പിന്നെ ഈ ഒരു സംഭവം നമ്മളിപ്പം ചെയ്തേട്ടാ. ഈ ഒരു സംഭവം കൂടി നമ്മളിപ്പോ ഫിറ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് കാണാൻ ഒരു വൃത്തിയുണ്ട്. ഇത് കൊള്ളാം. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ മുകളിലേക്ക് കയറ്റണ്ടെങ്കിൽ ഈ സംഭവം ആദ്യം തിരിച്ചിട്ട് ഇതേപോലെ ഈ ഒരു ടൈപ്പിലേക്ക് ആക്കണം. അതിന് ശേഷം ഇവിടെ ഒരു ഇതുണ്ട്. ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഇങ്ങനെ വരും. ഇത് അധികം സ്പീഡിലെല്ലാം ഉപയോഗിച്ച പെട്ടെന്ന് കേടായി പോകും. നോർമൽ സാധനം ഇത്. ഓക്കെ, ഇങ്ങനെ ആക്കി വെച്ചാൽ നിന്റെ അടുത്ത ലീവ് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് തിരിക്കാനും പഠിക്കാനും ഓളോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കാരണവശാലും തിരിക്കരുത്. തിരിച്ചു കഴിഞ്ഞാൽ വേഗം പോയി പോകുന്നു. അതുകൊണ്ട് അധികം തിരിക്കൂല, ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ അടുക്കളേന്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പം പുറത്തേക്ക് വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നെച്ചൂട്ടിന് ഉറക്കേണ്ട ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഇടത്തി പോയിട്ടേ ഉള്ളൂ. അപ്പൊ അവര് വരുന്നവരെ കാത്തു തന്നെയാണ്. ഇപ്പൊ എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അടുക്കള നേരത്തെ കണ്ടതും ഇപ്പം കണ്ടതും തമ്മിൽ എന്തൊക്കെ മാറ്റം ഉണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതിയേ. പറഞ്ഞിട്ട് പോയിട്ട് ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയുടെ കോലം എപ്പോഴും ഇങ്ങനെയാണ്. ഇത് കുറഞ്ഞിട്ടുണ്ടാവും, ഇത് ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് മുന്നേ വീഡിയോ കണ്ടത് നമ്മള് ലൈവാണ്. ഓ, ഇത് നമുക്ക് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാം. ആ വീണത് ഇതല്ല, കറക്റ്റ് സാധനം.
കേട്ടാ നേരത്തെ ഇവര് പണിയെടുത്തോണ്ട് പോകുമ്പോൾ പെട്ടെന്ന് മതി ഹോം ടൂർ ചെയ്യാൻ ഇപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് കിച്ചണിലെ എല്ലാ സാധനം ഔട്ട് എല്ലാം ഭാര്യ കുറെ ഇതിന്റെ ഉള്ളില് കുറെ വർക്ക് ഏരിയയില് അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇവനിപ്പോ ഇത് സത്യം പറഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റായിട്ട് നമ്മൾ കുറച്ച് മിനിറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയതാ. കാരണം ഇവിടെ കുട്ടിക്ക് പാൽ കൊടുക്കലേ കഴിഞ്ഞ് പറ്റുക പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അത്യാവശ്യം സാധനങ്ങൾ പുറത്തേക്ക് വന്ന് അതിനാണ് ഇപ്പം കണ്ടത്. അതായത് നിങ്ങൾ വീഡിയോ കണ്ട കിച്ചൺ അല്ല ശരിക്കുള്ള നമ്മളെ കിച്ചൺ. അത് വെറും കുറച്ച് സമയത്തേക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ള കിച്ചൺ. പിന്നെ ഇവിടുത്തെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് കിച്ചൺ, അത് ഒന്നൊന്നര കിച്ചൺ. അത് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല, ചട്ടി കലം അല്ല കബോർഡ് മൊത്തം കാലി, ഇവിടെ മൊത്തം സാധനം. ഇപ്പൊ തുറന്നതിനുള്ള ഒന്നും ഉണ്ടല്ലോ, നേരത്തെ ചട്ടിയെല്ലാം പോയി ഇതിന്റെ ഉള്ളിലേക്ക്. നമുക്ക് ഞാൻ മുകളിലേക്ക് പോയി. അപ്പൊ ഇത് നമ്മുടെ മുകളിലേക്ക് ഒരു സംഭവം ഉണ്ട്, നേരെ തിരിഞ്ഞേക്ക് എന്നാ കയ്യിൽ നോക്കോ. ഇത് 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 ഞാൻ പറയാൻ കൊടുത്താതെ ഏത് സമയം ഇത് നടന്നോ. നിങ്ങൾ കണ്ടോ, ഞാനാ കുറച്ച് ഓംപൊരി ഇന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാൻ പറയാ ഇത് ഷോർട്സിൽ കാണിക്കുന്ന ഇല്ലാത്തിന്നല്ല നടക്കുമോനെ. ഈ ഒരു സംഭവം നമ്മള് ഇപ്പൊ ചെയ്തത് കേട്ടാ. ഈ ഒരു ഫോട്ടോസ് അൻവീന്റെ ഫോട്ടോ നമ്മൾ മുന്നേ ഇത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മളത് രണ്ടാമത് അവിടെ തന്നെ പെയിന്റ് അടിച്ചതിന് ശേഷം വെച്ചു. ഒന്നാമത്തെ കാര്യം നിങ്ങളോട് ഇതിന്റെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയാം, ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ഇപ്പം ഒരു പരസ്യം കണ്ടിട്ട് മേടിച്ചതാണ്, നല്ല ഫോട്ടോ ഫ്രെയിം ഒട്ടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട്. സാധനം ഫ്ലോപ്പാണ്, ഇത് പറഞ്ഞു വരുന്നുണ്ട്, ഒരു സൈഡിൽ നിന്നെല്ലാം ചെറുങ്ങനെ ഇളകിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് രണ്ടാമത് ഫോട്ടോ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. ഇത് പ്രസവിച്ചിരുന്ന തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ ഇത്. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വളർന്ന് 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 ഇതാ ഈ കോലത്തിൽ ഇപ്പൊ ഉള്ള ആന്റി അങ്ങനെ ഈ കോലത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തുനിന്ന് ഒരാള് വളർന്നു വളർന്ന് വളർന്ന് ഇനി എത്ര വരണം, ഇനി ഇപ്പൊ ഉറങ്ങുന്നുണ്ട് ആ വളർന്ന ആള്. ഇനി അതിന്റെ അപ്പുറത്തോട്ട് വന്നെത്തുമ്പോഴത്തേക്ക് ചുമര് നമുക്ക് മാറ്റിട്ട് വേറെ അടുത്തേക്ക് നോക്കാം. ഇപ്പൊ നമ്മള് എടുത്തത് ഇതിന്റെ മുകളിലത്തെ ഇതാണ്. കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ പുതിയ വീട് എടുത്തിട്ടുണ്ടോ, വീട് മാറിയോ എന്നു ചോദിക്കുന്നുണ്ട്. സംഭവം നമ്മൾ വീട് മാറിയൊന്നല്ല, ഇതിന്റെ മുകളിൽ ഒന്ന് എടുത്തതേ ഉള്ളൂ, വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ മുകളിൽ എടുത്തതാണ് മെയിനായിട്ട് ഹോം ടൂറും ഉദ്ദേശിച്ചത് എല്ലാവരും കാണാൻ വേണ്ടി പറഞ്ഞത്. കാരണം താഴെ എല്ലാവരും കണ്ടതാണ്. ഒന്ന് ഹാള്, ഇതൊരു നോർമൽ ഒരു ഹാള്. ഈ ഹാള് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് എന്താ ഈ ഒരു സ്പേസ് നമ്മൾ ഗ്ലാസും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ബാൽക്കണി. അപ്പോ ഇത് അന്ന് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ചാണ്, പിന്നെ താഴെ കൊണ്ടാക്കാൻ മറന്നു. വലിയ ഒരു ഗാർഡൻ സെറ്റിംഗ് പോലെയുള്ള അന്നൊരു ഷോർട്സ് ചെയ്തിട്ടില്ലേ, നല്ല രീതിയിൽ റീച്ച് ആയിനത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ എടുത്ത് കൊണ്ടുവെക്കാൻ മറന്നുപോയി. വെയിലും മഴ ഇപ്പൊ കിട്ടുന്ന വേണ്ടി തീർന്ന് വലിയ രീതിയിൽ ഉണങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാൻ പോയിട്ട് ഇതിന്റെ മുകളിലോട്ട് തന്നെ കയറിയില്ല. അതാ ഞാൻ പറഞ്ഞ മഴയുള്ള കാലത്തോളം വാടില്ലൻ ചെടിയേ, അതുവരെ എനിക്ക് ലൈഫ് ഉണ്ട് പോനെ, എല്ലാം പിന്നെ മറന്നു പോകും. അപ്പൊ ഇതാണ് ഇതാണ് നമ്മളെ അൻവി, തലതിരിഞ്ഞ അൻവി അല്ല മനെ. ഇവിടെ നമ്മള് ഗ്രില്ല് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ നമ്മളത് ഒഴിവാക്കി. ഇത് ഇല്ലാതെ തന്നെയാ വൃത്തി. കാരണം മെയിനായിട്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോയിൽ എടുക്കണ്ടെങ്കിൽ ഈ സാധനം ഇല്ലാത്ത നല്ലേ. അതെന്നാത് വാട്ട് ഈസ് ദാറ്റ് പറയൂ, എന്താ അപ്പൊ ഇതും ഞാൻ തന്നെ നോക്കും നമ്മളെ ഇതന്നെ. അപ്പൊ ഇതാണ് നമ്മളെ മെയിനായിട്ട് ഒരു എന്താ പറയാ, നമ്മള് എന്തുകൊണ്ടാ പറയാൻ കാരണം വെച്ചാല് കഴിഞ്ഞ റീലിട്ടപ്പോ ഇവര് അപ്പൊ ഈ ഒരു ബെഡ്റൂമ് കുറെ ആൾക്കാർ കമന്റിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. ഈ ബെഡ്റൂമിൽ വലിയ സംഭവമൊന്നുമില്ല, നമ്മളൊരു ഗ്ലാസ് ഫ്രണ്ടിൽ ഫിറ്റ് ആക്കിന്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഒരു അത്ര വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല, ഫുൾ ഒരു വൈറ്റ് തീം ചെയ്തേ ഉള്ളൂ. നമ്മളെ കഴിഞ്ഞ റീലിന്റെ അകത്ത് നമ്മള് ഈ റൂം കാണിച്ചപ്പോ ഇതുണ്ടായില്ല. ഇത് ഞാൻ ഇപ്പൊ ഈ ഒരു കർട്ടന്റെ അതേ കളർ മേടിച്ചു കൊണ്ടിട്ട് ഞാൻ തന്നെ പെയിന്റ് അടിച്ചു കേട്ടാ. ഇത് അതുകൊണ്ട് തന്നെ കുറച്ച് സൈഡെല്ലാം ഇതാവാനുണ്ട്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു വൃത്തിയായില്ലേ ഈ കളർ വന്നപ്പോ. ഞാൻ അടിച്ചതിന്റെ ഒരു വൃത്തിയോടെ ഉള്ളൂ, ബാക്കി കളറൊക്കെയാണ്. ശരിക്കുള്ള ചേട്ടാ ഞാൻ പറഞ്ഞത് തെറ്റാണോ നിങ്ങളൊന്ന് നോക്കിയാ. അതല്ലേ ഞാൻ പറഞ്ഞത്. നോക്കിയാട്ടെ
വീഡിയോ നോക്കിയാൽ ദൂരേന്ന് കാണിക്കടാ ഒരു വൃത്തിയുള്ള ഒരു റൂം ഇവിടെ പെയിന്റ് പിടിക്കുന്നില്ല. ഞാനുണ്ടല്ലോ ഇരുന്ന ഒരു മണിക്കൂർ ഇതിനോട് മാത്രം കഴിച്ചു. ഇനി ഇതിനെന്തെങ്കിലും ഒരു കളർ വെച്ചിട്ട് സെറ്റ് ആക്കണം. ആർക്കും അറിയെങ്കിൽ പറഞ്ഞു തരണേ. ഇത് ഈ ഗ്ലാസ് ഒട്ടിച്ചിട്ട് നമ്മള് എങ്ങനെ കൊണ്ടാന്ന് പറയാം സിൽക്കോൺ ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതിന് പ്ലഗ് ഏടിയാ കൊടുക്കുക കുത്തായ. ഫലിതം സമയം 12:30 ഫലിതം. ഫലിതം 12:31. അതിന് സ്വിച്ച് ആ സൈക്കിൾ ആ ബാറ്ററി നമ്മൾ വീട് ഇങ്ങനെ വെക്കും. കണ്ണാടിന്റെ ഏടിയാക്കണേ ഇടാ സ്വിച്ച്. ഇനി ഞാൻ പോക്കാന്ന് ഏടിങ്ങായിട്ട് നമ്മള് പറഞ്ഞത് ഞാൻ നമ്മള് നോക്കി. പിന്നെ ഈ ഒരു സംഭവം ഇത് ഫുൾ, അതായത് ശരിക്കും അലമാരേന്റെ ഹൈറ്റ് ഇതല്ല. ഒരു എത്രയാണ് അലമാരന്റെ ഹൈറ്റ് എത്രയും കാട്ട് ഇത്ര ഹൈറ്റ് ഉണ്ടാവില്ല സീലിംഗ് വരെ. അപ്പൊ ഇത് ഞാൻ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഈ ഒരു സ്പേസ് ഇവിടെ അങ്ങനെ തന്നെ ഉള്ളിലോട്ടേക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ചിമ്മിണിയാണ്, താഴത്തെ ചിമ്മിണിയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സ്പേസ് ഞാൻ പറഞ്ഞ അവരോട് ഫുൾ ഹൈറ്റ് തന്നെ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയണേ, വൃത്തിയാണോ വൃത്തിയേടാണോ? എനിക്കിത് വൃത്തിയായിട്ടാ തോന്നുന്നു. ഇനി വൃത്തിയായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയട്ടെ, കമന്റിലൊന്ന് പറയണം. എന്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തതാണ്. ഫുൾ സീലിംഗ് വരെയുള്ള രീതിയിൽ ചെയ്താൽ വൃത്തി ഉണ്ടാവും പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ എല്ലാം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഫാബ്രിക്കേഷന്റെ ആയിരിക്കും കുറച്ചും കൂടി വില കുറവും തോന്നുന്നത്. ക്ലിയർ ആയിട്ട് എനിക്കറിയാം. ഞാൻ വേറെ മൾട്ടിവുഡിന്റെ അന്വേഷിച്ചപ്പോൾ കുറച്ച് പൈസ കൂടുതലാണ്. ഇനി ഫാബ്രിക്കേഷൻ്റെത് ആണ് ഇത്. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. കാരണം ഫ്രെയിം ഒരേ കളറിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ കൂട്ടത്തിലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ നമ്മളെ നോർമലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഗ്ലാസ് ഇതാണ്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യേശു എന്ന് എന്നോട് പറയായിരുന്നു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ വാഴത്തോട്ടം കാണണം. ഞാൻ പറഞ്ഞു വാഴത്തോട്ടം മാത്രമാക്കണ്ട, ഉള്ളിൽ തന്നെ ഒരു വാഴയും കൂടി ആയിക്കോട്ടെ. അങ്ങനെ ഉള്ളിലൊരു വാഴയും വെച്ചു കൊടുത്ത് പുറത്തുള്ള വാഴത്തോട്ടം കാണാനുള്ള സൗകര്യം ആയിക്കൊടുത്ത്. ഇതിന്റെ ഫ്രണ്ടിലെ സംഭവം ഇത് തുറക്കാൻ പറ്റുന്ന ഗ്ലാസ് ആട്ടാ. ഇത് ഇവിടുന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ താഴെത്തും. അതുകൊണ്ട് ഇവിടെ നമ്മളൊരു കൈവരി എന്നതിന് പറയാ ആ സംഭവം വരാനുണ്ട്. അത് വെച്ചില്ല, അത് പറഞ്ഞിട്ടുണ്ട്. ആ സാധനം നമ്മളിപ്പോ പെട്ടെന്ന് തന്നെ ഫിറ്റ് ആക്കും. ഒരു സംഭവം ചെയ്യാനുണ്ട് ഇനി. അതുകൊണ്ട് ഫുൾ ടൈം ലോക്കാക്കി വെക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഫുൾ ടൈം ലോക്ക്. ഇപ്പൊ ഇത് ഫുൾ ടൈം ലോക്കിലാണ് ഉണ്ടാവുക. അതില്ല, അത് തുറക്കാനും പറ്റില്ല. അൻവി ഇങ്ങോട്ടേക്ക് വെച്ചില്ല. സ്റ്റെപ്പെല്ലാം കീറി വരണ്ടോണ്ട് നല്ലോണം മടിയാണ്. ആ ഒരു ധൈര്യമാണ് അല്ല മന്നെ. പിന്നെ ഈ ഒരു കട്ടില് കാല് കാണാത്ത രീതിയിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചേട്ടാ. നിങ്ങൾ ഈ ബെഡ്റൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാനിത് ചെയ്തതിന്റെ ഒരു ഐഡിയ. ഇവിടെ വെച്ചൊരു ഫാൾട്ട് എന്ന് പറയുന്നത് ഈ കട്ടിലിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്ലഗ് വെക്കാൻ വിട്ടു. അത് വിട്ടുപോയതാട്ടാ. ഞാൻ വിട്ടുപോയതാണ്, അത് പറയാൻ വിട്ടുപോയത് സംഭവം. അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടു. ഞാൻ ഈ ലൈറ്റ് കേട്ടോ, നിങ്ങൾ ഈ അടിയിൽ കത്തുന്ന ലൈറ്റ് ഇത് ഇവിടെയാ കൊടുത്തത്. അത് ഞാൻ ഊരി വെക്കും. അതിങ്ങനെ ഇത് വെറും ബോറാന്ന് എനക്കും അറിയാം. ഇത് പക്ഷേ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയത്. ഞാൻ അവിടെ ഒരു പ്ലഗ് കൊടുക്കണമായിരുന്നു. പറയാൻ വിട്ടു ഞാൻ. കാരണം ഇത് മൊത്തത്തില് അല്ല, ഇത് മൊത്തത്തില് ഞാൻ ആദ്യമേ വയർ ഇട്ട് കൊടുക്കേണ്ടതും എല്ലാം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ റൂമിന്റെ ആദ്യം തന്നെ ഒരു 3D ഞാൻ വരപ്പിച്ച്, ഒരു 2 ടൈപ്പ് 3 ടൈപ്പ് 3D ഞാൻ വരപ്പിച്ച്. അതിന് ശേഷം പണി എന്ത് ചെയ്തു, ഞാൻ തന്നെ ഓരോരുത്തരെ കൊണ്ട് ഓരോ സംഭവം ഡിസൈൻ ചെയ്യിപ്പിച്ചു. ഈ കട്ടില് ഞാൻ അതുപോലെ ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. കാല് കാണാത്ത രീതിയിലുള്ള കട്ടില് വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൽ എന്നെ തന്നെ കാണുന്നുണ്ടാവില്ലേ, ഞാൻ 3 എണ്ണം. അതിൽ കണ്ടോണ്ടിരിക്കാൻ ഓള് ആടെ വന്നു നിന്നിന്, നീ വന്ന് നിൽക്കണേ ഇടാ. അപ്പൊ ഈ കട്ടില് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിന്റെ കാല് കാണരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു ടീമിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചേട്ടാ. എല്ലാം സെപ്പറേറ്റ് ഞാൻ ചെയ്യിപ്പിച്ചാണ്. ഇത് ഞാൻ ഒരു ഫാബ്രിക്കേഷൻ നമ്മുടെ നാട്ടിലുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. കട്ടില് ഞാൻ വേറൊരു ടീമിനെ കൊണ്ട് പറഞ്ഞിട്ട് ഈ കാല് കാണാത്ത ടൈപ്പിൽ ചെയ്യിപ്പിച്ചിട്ട് ഇത് ചുമരുമ്പിൽ സ്ക്രൂ ചെയ്യുന്ന കട്ടിലാണ്. പിന്നെ കാലിണ്ട് കുറച്ച് ഉള്ളിലോട്ടാക്കിയിട്ട് ചെറിയ കാല്. അപ്പൊ എന്താവും പെട്ടെന്ന് കാണുമ്പോൾ ഈ ഒരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം സിമ്പിൾ സംഭവമായിട്ട്, ഇതെല്ലാം ഫാബ്രിക്കേഷന്റെ നോർമൽ സാധനമാണ്. ഇതെല്ലാം ഈ ഒരു സംഭവം ഞാൻ ആദ്യമേ ചെയ്യിപ്പിച്ചതാണ്. നമ്മളിത് ആരും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ആ കൂട്ടത്തിൽ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോ. ഈ സോപ്പ് ഇങ്ങനത്തെ ഒക്കെ ഇതെന്തിനാ പിന്നെ ഫിറ്റ് ആക്കി, ഇത് വേണ്ടേനല്ലോ. ഇത് ബാത്റൂം സെറ്റ് ചെയ്യുന്നത് ശരിക്കും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്യിച്ചു കേട്ടാ. പക്ഷെ ഇതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടാണ് നിന്നോട്ടെ. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ജനറലുള്ള ഫിറ്റിങ്സ്, ഷാമ്പൂ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കേണ്ടതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഒന്നുമില്ല, ഇത് ചാർജ് വരെയില്ല.
നീക്കി കൊടുക്കണ്ട. ഇത് എന്നെ പോലെ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഏരിയ നമ്മൾ സെറ്റപ്പ് ആക്കിയതാണ്. ഫാന് സംഭവങ്ങള് ലാപ്പൊക്കെ വെച്ചിട്ട്. ലാപ്പ് പക്ഷെ ഓണാവില്ല. സത്യം തുപ്പുന്നു, യേശു സത്യം തുപ്പുന്നു, ഇവൾ നോക്കി ചിരിക്കുന്നു. നമുക്ക് നേരെ ഈ ബെഡ്റൂമിലേക്ക് കയറാം. ഇതും കൂടി ഇനിയുള്ളൂ, വേറെ വീടൊന്നുമില്ല. ഹായ്. അപ്പൊ ഈ ഒരു ബെഡ്റൂം ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആ മാവിൻ തോപ്പിലെ വഴി എന്തായിരുന്നു, അപ്പുറത്തെ കോഴിക്കോട് പട്ടിക്കൂട് നോക്കിയിരിക്കാം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ മഴയെ ആസ്വദിക്കാം. ഇത് മഴ പെയ്തിട്ടില്ല കേട്ടാ. ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈ കർട്ടൻ താത്തു കഴിഞ്ഞാൽ മഴ കാണാൻ പറ്റില്ല. അത് ടെക്നോളജിയാ. അപ്പൊ ഇതാ നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന്റെ ഇതാ പിന്നെ ഏതാ. അപ്പൊ രണ്ടാമത്തെ ബെഡ്റൂമിലെ ഒരു ചെറിയ ബെഡ്റൂമിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ കട്ടിൽ ഇങ്ങനെ കിടക്കലോട്ട് ഇങ്ങനെ കിടക്കാം, ഉറങ്ങാം. ഫലിതം സമയം 38. ഈ ഒരു ബെഡ്റൂമിന് പ്രത്യേകത ബേബിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായില്ല. പിന്നെ ഇത് ഫുള്ളൊരു വൈറ്റും ഒരു വുഡൻ ടച്ച് കളർ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം കട്ടിലിന് വുഡൻ കളർ ആണ്, അലമാരക്കും വുഡൻ കളർ. അപ്പൊ എന്തായി വൈറ്റ് വുഡൻ അത് അടിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ ഇനി അടുത്തതാവാൻ ശ്രമിക്കാം. അപ്പം രണ്ടാമത്തെ ബാത്റൂം ഇതിൽ പ്രത്യേകിച്ചിട്ട് അങ്ങനെ മറ്റൊരു അത്ര സ്പേസ് ഇല്ല, കുറച്ച് ചെറുതാണ്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ആടെ കൊടുത്ത പോലെ തന്നെ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഈ ഒരു ഏരിയ നമ്മൾ TV വെക്കേണ്ട ഒരു ഏരിയ കേട്ടോ. സെൻട്രൽ ഹാളിൽ തന്നെയുള്ള മുകളിലത്തെ വീടല്ല ഇവിടെ അതിനിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാണാൻ വേണ്ടിയിട്ട് TV നമ്മൾ സെറ്റ് ആക്കിയില്ല. അതും കൂടി ഇവിടെ ആക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മള് പറഞ്ഞു വന്നത് നമ്മള് വൈകുന്നേരങ്ങളിൽ നേരത്തെ അറിയാതല്ലേ ഇരിക്കുമെന്ന് പറഞ്ഞല്ലേ, ഇടക്ക് വൈകുന്നേരങ്ങളിൽ നമ്മള് അതായത് ആഴ്ചയിൽ 2 ദിവസത്തെ വൈകുന്നേരം പുറത്തും ആഴ്ച ബാക്കി ദിവസം ഇവിടെ. പക്ഷെ അത് നമ്മള് ഡേറ്റും ദിവസവും കണ്ടിന്യേ ഉള്ളൂ. ഏത് ദിവസം ഇരിക്കണം തീരുമാനിക്കണം. ഇവിടെ താഴെ തന്നെ ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. എങ്ങോട്ട് നോക്കിയാൽ പുറമേ നോക്കിയാലും ഫുള്ള് നല്ല കാഴ്ചകളായതുകൊണ്ട് നമുക്ക് ഏത് സൈഡിൽ ഇരുന്നാലും എങ്ങോട്ട് നോക്കിയാലും റബ്ബർ കാടുകൾ നോക്കിയാലും ഒന്നിക്ക് റബ്ബർ അല്ലെങ്കിൽ വാഴ, കോഴിക്കോട് പട്ടിക്കോട് എല്ലാം ഭയങ്കര. പിന്നെ അഥവാ നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ മുമ്പില് ഇവനെയാ കാണേണ്ടത്. ഇതെല്ലാം നമ്മൾ എങ്ങനെ നോക്കിയാലും സങ്കടങ്ങളാണ് എല്ലാ തരത്തിലും. പിന്നെ എന്താ ചെയ്യേണ്ടത്, പിന്നെ കണ്ടോളൂ. ഇപ്പൊ ഇവന്റെ മുമ്പില് ഞാനല്ലേ. ഇപ്പൊ എനിക്ക് എന്നും ഇടത്തോട്ട് മാത്രമേ കാഴ്ച ശക്തി കൂടുതലുള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പുറത്തെ കണ്ണും കൂടി പോവും. ഇവിടെ നമ്മള് പ്രസ് ചെയ്യാനുള്ള ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട നിങ്ങള്, നമ്മള് ഈ ഒരു സംഭവം നമ്മളിവിടെ വെച്ചതിന്റെ കാരണം വെച്ചാൽ നമ്മൾ ഈ വീട്ടില് ഇതേപോലെ ഏണിയെല്ലാം ആക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് മുകളിലൊന്ന് ക്ലീൻ ചെയ്യാനോ കാര്യങ്ങൾക്കോ അല്ല മോണിക്കല് നമ്മൾ ഈ എടുത്തുകൊണ്ടിരുന്നതിനെക്കാട്ടും നല്ലത് ഈ ഷീറ്റ് അടിക്കുന്ന സമയം തന്നെ ഇങ്ങനെ ഒരു സംഭവം ആക്കി വെച്ചാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇതെങ്ങനെയാ, ഇത് നമുക്ക് ഇത് ഓപ്പൺ ആക്കി, അതായത് ഇത് നമുക്ക് അഥവാ വേണ്ടെങ്കിലില്ലേ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇടത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ ഞാനത് ഇതേപോലെ മടക്കി വെക്കുന്ന ഒരു സംഭവം കൂടി ആക്കിയിരുന്നു. അതിന് എന്നിട്ട് നമുക്ക് ഇതെല്ലാം നമ്മളെ ക്രിസ്മസിന്റെ ഏതോ സാധനം ഇതിങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ എന്തായി വലിയൊരു വൃത്തികേടില്ലാതെ ഇതവിടെ നിന്നോളൂ. ടെക്നോളജിയാ സംഭവം. ഇത് ഞാൻ തന്നെ ചെയ്തതല്ല, കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ട് അതുപോലെ ഇവരോട് ആക്കാൻ പറഞ്ഞു. ഞാൻ ആ പണിക്കാരനോട് പ്രത്യേകം പറഞ്ഞിട്ട് ഞാൻ ആക്കിപ്പിച്ചാണ്. അതെയാ. അതുപോലെ ഇതിന്റെ മുകളിലേക്ക് എങ്ങനെ കയറുവാന്നുള്ള ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതേപോലെ അതെല്ലാം ഈ ഷീറ്റ് ആക്കുന്ന അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ മഴയുണ്ട് അതുകൊണ്ട് ഞാൻ അധികം തുറക്കുന്നില്ല, ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ആക്കിത്തരും. അതെല്ലാം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ച്, കാരണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒന്നും ഒരു ഇതേപോലെയുള്ള ഉപകാരങ്ങൾ വരുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യാന്ന് എൻ്റെ മെയിൻ. മഴക്കാലമായതുകൊണ്ട് തന്നെ കയറുകൾ തിന്നം കെട്ടിയിട്ടുണ്ട്. ഇവിടെ സകലമായ തുണികളും ബാക്കിലുണ്ട്. അത് പരമാവധി കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ കാണിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പൊ ഇതാണ് ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഇവൻ കാണിച്ചു തന്നത്. ഇതുവരെ എടുത്തോണ്ടുന്ന വീഡിയോ അല്ല, ഒന്നിച്ചൊന്നും എടുത്തിട്ട് ഒന്നും കൂടി ഇട്ട്, അത്രേ ഉള്ളൂ ഹോം ടൂർ. ഇനിയല്ല ഇതിന്റെ വീണ്ടും പീസായിട്ട് ഇടക്കിടക്ക് ഓരോ ആദ്യം വരും വെറുപ്പിക്കാൻ കൊല്ലും. അപ്പൊ വീടിന്റെ റൂമിൽ സംഗീതാട്ടനെ പറഞ്ഞു തന്നത് ഞാൻ പറയാതെ വെച്ച് സംഗീതാട്ടനെല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ ഓരോ വീഡിയോ കണ്ടിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നു,
എല്ലാ കളറ് അതിന് മാത്രം ഒന്നും സെറ്റ് ഒന്നും ഇല്ലല്ലോ. അല്ല റൂമിന്റെ നോർമൽ ഓരോന്ന് വാങ്ങിയത് സാധനങ്ങളെ കാണിച്ചു തന്നതല്ലോ. ഞാനൊന്നും പറയാനില്ല. ഒരു കട്ടിലും കിടക്കയും മേടിച്ചിട്ട് നമുക്ക് റൂം സെറ്റിങ് വേറെ ഒന്നുമില്ല നമ്മളെ റൂമിൽ. അപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ല നമുക്ക് അറിയാം, നോർമലാണ്. എന്നാലും നമ്മളൊരു ചെറിയൊരു സന്തോഷം സംഭവമാണല്ലോ വീട് എന്നെല്ലാം പറഞ്ഞത്. അപ്പൊ അത് ഏതായാലും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യണമെന്ന്, അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും